വൈദ്യുത മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് 4866 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ 13608 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി ലഭിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തിനിത് വലിയ ആശ്വാസമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ തൽക്കാലം ഈ തുക മതിയാകും. ഇതോടെ നഷ്ടം നികത്താൻ കേരളം ആവശ്യപ്പെട്ട മുഴുവൻ തുകയും കടമെടുക്കാൻ അനുമതി ലഭിച്ചു. ഇതിൽ 5000 കോടി മാർച്ച് 2ാം വാരം ലഭിച്ചു. ഇതിലൂടെയാണ് ശമ്പളം, പെൻഷൻ വിതരണം ഉൾപ്പെടെ ട്രഷറിയിലെ കടുത്ത പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് കഴിഞ്ഞത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ആദ്യ ഗഡു വിതരണവും സാധ്യമാക്കി. 2 ഗഡു ക്ഷേമ പെൻഷൻ കൂടി ലഭ്യമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേസ് സുപ്രീം കോടതി 21-ാം തീയതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അനുകൂല നിരീക്ഷണം സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് പലവട്ടം കേന്ദ്രവുമായി സംസ്ഥാനം നടത്തിയ ചർച്ചകളിൽ കടമെടുപ്പിന്റെ കാര്യത്തിൽ ധാരണയായിരുന്നില്ല. ഇതേ തുടർന്ന് കേരളത്തിന്റെ ആവശ്യത്തോടുള്ള കേന്ദ്രത്തിന്റെ പ്രതികരണം കോടതി ആവശ്യപ്പെടുകയായിരുന്നു. കേന്ദ്രത്തിനു വേണ്ടി കോടതിയിൽ നൽകിയ ഡോക്യുമെന്ററിയെക്കുറിച്ചോ അതിൽ പറയുന്ന കണക്കുകളെക്കുറിച്ചോ സുപ്രീം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളെക്കുറിച്ചോ കേരളം ചർച്ച ചെയ്തില്ല. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പുളിശ്ശേരി കുടിച്ച് കൈ കൊടുത്തു പിരിഞ്ഞപ്പോഴാണ് ചില വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവിടെ കിടന്ന് കറങ്ങുന്നത്. സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത ലോൺ അപേക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചത്? കേന്ദ്രത്തിൽ നിന്ന് 57,000 കോടി രൂപ കിട്ടാൻ അർഹതയുണ്ടെന്നൊക്കെ ചില മന്ത്രി പ്രമുഖർ പത്രദ്വാര പ്രസംഗിച്ച് നടക്കുന്നത് കണ്ടു. അത്രയും സമ്പന്നരായ കേരളം വെറും 13,608 രൂപയുടെ ചീള് കേസിന് കടമെടുപ്പ് മാമാങ്കം അവസാനിപ്പിച്ചതിന്റെ കാരണം എന്തായിരിക്കും? കേരളത്തിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാടിനെ സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെടുത്തി അർഹമായ പണം വാങ്ങിവന്ന വിജയശ്രീ ലാളിതരായ പോരാളികൾ, കേരളം വീരധീര പോരാളികൾ. അങ്ങനെ നിയമയുദ്ധം ജയിച്ച കേരളം കേന്ദ്രത്തിൽ നിന്ന് പണം പിടിച്ചു വാങ്ങി. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിന്റെ ആവശ്യത്തെ കേന്ദ്രം കോടതിയിൽ എതിർത്തില്ല. കോടതി പ്രത്യേകം ഉത്തരവൊന്നും പുറപ്പെടുവിച്ചില്ല. രാഷ്ട്രീയമായി പറഞ്ഞാൽ CPM പിടിച്ചു വാങ്ങി, BJP തോറ്റുകൊടുത്തു, കോൺഗ്രസ് നിശബ്ദമായിരുന്നു. കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് കേന്ദ്ര സർക്കാരിന് വേണ്ടി രാജ് ബഹാദൂർ യാദവ് ഇംഗ്ലീഷിൽ 6 പേജ് വരുന്ന ഡോക്യുമെന്റ് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ആ ഡോക്യുമെന്റ് എവിടെ? ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുന്ന ചാനലുകളും എക്സ്ക്ലൂസീവ് അടിച്ചു പൊളിക്കുന്ന പത്രങ്ങളും എവിടെ? ആ ഡോക്യുമെന്റിൽ കേന്ദ്രം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചാനൽ ചർച്ചകന്മാർ ചർച്ച ചെയ്തും കണ്ടില്ല. എവിടെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? എന്താണ് സംഭവിക്കുന്നത്? ഡോക്യുമെന്റ് ചർച്ച ചെയ്യാൻ കൊള്ളാത്ത വസ്തുവാണോ? ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയണ്ടേ? പ്രതിപക്ഷ നേതാവ് എവിടെ? കേന്ദ്ര മന്ത്രിമാർ 2 പേരുണ്ടല്ലോ, അവരെവിടെ? സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ പക്ഷമില്ലാതെ സംഭവത്തോടെയാണ് അനുമതി നൽകുന്നതെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. 15ാം ധനകമ്മീഷൻ സംസ്ഥാന വരുമാനത്തിന്റെ 3% കടമെടുക്കാൻ കഴിയുക. ഇതനുസരിച്ച് അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് എടുക്കാവുന്ന വായ്പ 33,597 കോടി രൂപയാണ്. കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ നേരത്തെ ബജറ്റ് ഇതര വായ്പയായി എടുത്ത 4,711 കോടി രൂപ അതിൽ നിന്ന് കുറയും. അങ്ങനെ യഥാർത്ഥത്തിൽ കടമെടുക്കാൻ കഴിയുക 28,886 കോടി രൂപയാണ്. ഈ തുകയിൽ 2023-24 സാമ്പത്തിക വർഷം സെപ്റ്റംബർ വരെയുള്ള 9 മാസത്തെ വിഹിതം 21,852 കോടി രൂപയാണ്. കേരളം ജൂൺ വരെയുള്ള 6 മാസം കൊണ്ട് ഈ തുക എടുത്ത് ചെലവാക്കി. അതായത് 1 മാസം എടുക്കാവുന്ന വായ്പയായ 2,428 കോടി രൂപയുടെ സ്ഥാനത്ത് 3,642 കോടി ചെലവാക്കി. വായ്പ നൽകിയ തുക കേരളം ദൂർത്തടിച്ചു എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. ഈ സാമ്പത്തിക വർഷത്തേക്ക് കേരളത്തിന് അർഹതയുള്ളത് 740 കോടി രൂപ മാത്രമാണ്. അതായത് കേരളത്തിന് അർഹതയുള്ള വായ്പാ വിഹിതമാണ് അനുവദിക്കുന്നതെങ്കിൽ 4-5 മാസം ശമ്പളവും പെൻഷനുകളും മുടങ്ങും. KSRTCയും ഷിഫ്റ്റും സപ്ലൈകോയും എന്ന് വേണ്ട സകല സർക്കാർ സ്ഥാപനങ്ങളും പൂട്ടും. കേരളം അരാജകത്വത്തിലേക്ക് സംവിധാനങ്ങളും കുത്തും. ഇത്തരമൊരവസ്ഥ ഒഴിവാക്കാൻ അടുത്ത വർഷത്തെ വായ്പാ പരിധിയിൽ നിന്ന് 5000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. ഏപ്രിൽ മാസം അനുവദിക്കേണ്ട തുക ഇപ്പോൾ അനുവദിക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത്. കേരളം ആവശ്യപ്പെടുന്നത് പോലെ 15,000 കോടി രൂപ അനുവദിച്ചാൽ അടുത്ത വർഷം ആദ്യ 9 മാസത്തേക്ക് എടുക്കാൻ കഴിയുന്ന വായ്പ 6,664 കോടി രൂപ മാത്രമാകും. അതായത് 9 മാസത്തേക്ക് ധനകാര്യ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള 28,886 കോടി രൂപയുടെ സ്ഥാനത്ത് കേരളത്തിന് വായ്പ ലഭിക്കുക 6,664 കോടി രൂപ മാത്രമായിരിക്കും.
കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയല്ല, ആരംഭിക്കുന്നതേയുള്ളൂ. കോടതി പറഞ്ഞതനുസരിച്ച് അപൂർവവും പ്രത്യേകവുമായ കേസായാണ് കേന്ദ്രം വായ്പ അനുവദിച്ചിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തിനും കേരളത്തിന് തന്നെയും ഇതൊരു കീഴ്വഴക്കമായി കണക്കാക്കാൻ പാടില്ല. കേരളത്തിന് കരകയറാനുള്ള ബെയിൽ ഔട്ട് പാക്കേജ് എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. ഇതിന്റെ നിഗൂഢ വ്യവസ്ഥകളാണ് എല്ലാ മുന്നണികളും രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. വായ്പയുടെ വ്യവസ്ഥകൾ: വേറെ ഇടക്കാല വായ്പകൾ കേന്ദ്രം അനുവദിക്കില്ല. നേരത്തെ അനുവദിച്ച തുകകൾ എന്തിനെല്ലാം ചെലവാക്കി എന്നതിന്റെ കണക്ക് കേരളം നൽകിയാൽ മാത്രമേ പുതിയ വായ്പ അനുവദിക്കൂ. 3 മാസ ഗഡുക്കളായാവും തുക നൽകുക. അടുത്ത വ്യവസ്ഥയാണ് കേരളത്തെ വെട്ടിലാക്കിയിരിക്കുന്നത്. 2024-25 സംസ്ഥാന ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച പ്ലാൻ ബി എന്താണ്? വായ്പ തിരിച്ചടയ്ക്കാനുള്ള പദ്ധതി പ്ലാൻ ബിയിലുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. കേന്ദ്രം കടം അനുവദിക്കുന്നതിന് മുൻപ് ആ പ്ലാൻ നടപ്പാക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് കേരളത്തിന്റെ വക്കീലായ കപിൽ സിബൽ കോടതിയോട് കെഞ്ചിയത്. കേന്ദ്രം സമർപ്പിച്ച രേഖ പരസ്യപ്പെടുത്തരുതെന്നും അത് കേരളത്തിന് ദയനീയമായ നാണക്കേടുണ്ടാക്കുമെന്നുമാണ് പറയുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങൾ പോലും ആ വാർത്ത മുക്കിയത്. ജന്മഭൂമിയും ജനം ടിവിയും മൗനം ദീക്ഷിച്ചു. മനോരമയും മാധ്യമവും ചുണ്ടനക്കിയില്ല. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും എന്നീ 2 കേന്ദ്രമന്ത്രിമാർ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവർ രണ്ടാളും കേരളത്തിന്റെ നാണം കെട്ട സ്ഥിതി പുറത്തു പറഞ്ഞില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വന്തം ഏഷ്യാനെറ്റ് ന്യൂസിൽ പോലും വാർത്ത വന്നില്ല. CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ കേരളത്തെ കൊണ്ടെത്തിച്ച ദയനീയ അവസ്ഥ തുറന്നു പറയാൻ BJPയും കോൺഗ്രസും തയ്യാറാകുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ട്. മറുവശത്ത് കാര്യമറിയാതെ ജനങ്ങളും.